അതേപോലെ തന്നെയാണ് ദുൽഖറും. ഉം. അയ്യോ അത് പിന്നെ അതിന്റെ അങ്ങേയറ്റത്താണെന്ന് വേണേൽ ഏ. പറയാം. അദ്ദേഹത്തിന് ഈ സല്യൂട്ടിന്റെ ഷൂട്ട് 2 മാസത്തോളം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഉം. വളരെ 2 കൃത്യം. മാസം 2 മാസത്തോളം നമ്മുടെ കൊല്ലത്ത് വെച്ചായിരുന്നു ഷൂട്ട്. ആ അപ്പൊ ആ അതെ രണ്ട് അതെ അവിടെ അപ്പൊ വെച്ചായിരുന്നു. അവിടെ ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് കാര്യം. അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ഷെഫ് ഉണ്ട്. ഉം. അപ്പം എല്ലാ ദിവസവും ആ പേഴ്സണൽ ഷെഫ് ഉണ്ടാക്കുന്നത് മാത്രമേ കഴിക്കൂ. ഉം. കുറച്ച് ബദാം, 2 ഈന്തപ്പഴം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വളരെ കൃത്യം. അതുപോലെ ലഞ്ചൊക്കെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കും. പക്ഷെ സൺഡേ ഒരു ദിവസം അദ്ദേഹം ചീറ്റ് ഡേ എന്ന് പറയും. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെങ്കിൽ കുറച്ച് ബിരിയാണി, മീറ്റ്, എന്നിട്ട് പറയും അന്നത്തെ ദിവസം മാത്രം. ഉം. അല്ലാതെ ഒരു ദിവസവും പുള്ളി തൊടൂല. ഉം. അതും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സൗഹൃദം ഭയങ്കരമായിട്ട് കാത്തു അതെ സൂക്ഷിക്കുന്ന അതെ ഒരാളാണ്. ഏറ്റവും അടുത്ത് അത് പഴയ കാലം അല്ല, ഇപ്പോഴത്തെ സുഹൃത്തുക്കളല്ല. ഉം. പുള്ളിയുടെ കൂടെ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവിടെ വരും. ഉം. ഞായറാഴ്ച ഷൂട്ടില്ലാത്ത അവരുടെ ഒരു ബ്രേക്ക് ഡേ ആ. ആണെങ്കിൽ ഈ സുഹൃത്തുക്കളൊക്കെ കൊച്ചിയിൽ നിന്ന് വരും. ഇവരെല്ലാം കൂടി ഇരുന്ന് കുറേ മീറ്റും ബിരിയാണിയൊക്കെ ആയിട്ട് അന്നിരുന്ന് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കും. അല്ലെങ്കിൽ ഭയങ്കര അതേ ലെവലിലാണ് അദ്ദേഹം പോകുന്നത്. ഉം. ഞാൻ ആ 2 മാസവും ഇതേ ഡിസിപ്ലിൻ കണ്ടൊരു വ്യക്തിയാണ്. ഉം. അപ്പൊ ഈ 2 മാസം പക്ഷെ പിള്ളക്ക് വെച്ചു കൊടുക്കാൻ പറ്റുമോ? ആ ആ കൊടുത്തു. ഈ സൺഡേ ഒക്കെ നമ്മുടെ സൺഡേ നമ്മളെ ദിവസമാണ്. വെച്ചു കൊടുക്കണം. സൺഡേ നമ്മൾ നിർവ്വാണയൊക്കെ ഉണ്ടാക്കി 2ഉം 3ഉം ഒക്കെ ആയിട്ട് കരിമീൻ, നെയ്മീൻ ഇതൊക്കെ ഗ്രില്ല് ചെയ്ത് കൊടുത്ത് ഉം. കറിയൊക്കെ ആയിട്ട് അവരെല്ലാവരും അവരുടെ ഒരു കുറെ ഏറ്റവും അടുത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഉം. പുള്ളിക്ക്. ഉം. ഏറ്റവും അടുത്തെന്ന് വെച്ചാൽ അത് സിനിമയിലുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരു 5-6 ആൾക്കാർ. സൗഹൃദം ശരിക്കും നോക്കുന്ന ആളാണല്ലോ സൗഹൃദം ദുൽഖർ. നോക്കാം, ഒരുപാട് സൗഹൃദം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഉള്ളവരെ കൃത്യമായിട്ട് നോക്കും. ഏറ്റവും ഭയങ്കരം അത് സിനിമയിലില്ല. ഉം. അവർ ഇദ്ദേഹത്തെ കാണാനും ഈ ഷൂട്ട് ദിവസം ഇദ്ദേഹത്തിന്റെ ബ്രേക്ക് സമയത്ത് വർത്താനം പറയാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. ഉം. അങ്ങനെയൊക്കെയുള്ള അത് ആദ്യത്തെ സിനിമ സണ്ണി വെയിൻ. അന്ന് സണ്ണി അതെ വെയിൻ ഉണ്ട്. സണ്ണീവനുമായിട്ടുള്ള ഭയങ്കര ആ കമ്പനിയാണ്. സണ്ണി വെയിൻ അന്ന് ആ സിനിമയിലില്ല. ഉം. പക്ഷെ ഇദ്ദേഹത്തിന്റെ കൂടെ ആ ഒരു സമയത്താണെങ്കിൽ അവിടെ വരും. വന്നിട്ട് പിന്നെ നമ്മുടെ ശേഖർ ഉം. DJ അവരൊക്കെ ഏറ്റവും കട്ട ഫ്രണ്ട്സ് ആണ്. നല്ലപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, ഇവര് പോവും. അങ്ങനെയാണ്. അവിടെയും 2 മാസം നിങ്ങൾ തന്നെ അതെ അതെ. എല്ലാ ഒരു 2.5 റോഷൻ ആൻഡ്രൂ സാറായിരുന്നു എൻ്റെ ഡയറക്ടർ. ആഹാ. അപ്പൊ അദ്ദേഹം അതുപോലെ അവിടെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പിയായി. ഇതേപോലെ ഉള്ളതാണ് മനോജ് കെ ജയൻ സാറ്. അന്ന് ആ സല്യൂട്ടിന്റെ ലൊക്കേഷൻ മൊത്തം അവിടെ ആയിരുന്നല്ലോ. നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാട്ടോ. അല്ല നമുക്ക് കൂടെ ഇരിക്കാം, സംസാരിക്കാം, നമുക്ക് അവരുടെ ഫുഡ് കഴിക്കാം. പക്ഷെ അത് കൊടുക്കുക എന്നുള്ള ഒരു കൊടുക്കുക ഭാഗ്യം. എന്നുള്ളത് കാരണം ഒരാളുടെ ഏറ്റവും വലിയ സംഭവം ഇപ്പം നിങ്ങളെ എനിക്ക് പേഴ്സണലി ഒരു തവണ അറിയാം. ഓക്കെ, നമ്മുടെ ഒരു ഭക്ഷണത്തിൻ്റെ പ്രിഫറൻസ് മനസ്സിലാക്കിയിട്ട് അത് കൊടുക്കുമ്പോഴാണ് അവരുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഇടം പിടിക്കുക. ഒരു അല്ല, നിങ്ങളിപ്പോൾ ഒരു ഗസ്റ്റായിട്ട് വരുന്നു, നിങ്ങൾക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഒരു ഫുഡ് ഉണ്ട്, അത് നമ്മൾ കഴിക്കും. പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് ചെമ്മീൻ ഇഷ്ടമാണ്. ഓക്കെ, ചെമ്മീൻ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് തന്നെ നിങ്ങൾ പോലും അറിയാണ്ട് അന്നത്തെ ദിവസം കൊണ്ട് തരുവാണെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് ആയിരിക്കും വ്യക്തിക്ക്. അല്ലേ, നമ്മുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് നമ്മളൊരു അതൊക്കെ ലീലയിലൊക്കെ ഒരു ട്രെയിനിങ്ങിലാണ്. നമ്മുടെ ഒരു ഗസ്റ്റ് വരുമ്പം അവരൊരു ബുക്ക് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു പ്രൊഫൈലുള്ള ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരാളെ നമുക്ക് അറിയാൻ പറ്റില്ല, അവരുടെ ബാക്ക് എൻഡിൽ പോയി ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രൊഫൈലാണ്, അവരെക്കുറിച്ച് കംപ്ലീറ്റ് നമ്മൾ സ്റ്റഡി ചെയ്യും. അവർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും ഫുഡ് പ്രിഫറൻസ് ഉണ്ടോ, ചിലർ വീഗൻ ആണോ, ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചിട്ടാണ് അവർക്ക് ആദ്യമായിട്ട് ഒരു ഗസ്റ്റ് ഫസ്റ്റ് ടൈം വരുന്നത്. അവരെക്കുറിച്ച് ഒരു പ്രൊഫൈലായിട്ടുള്ളൊരു ഗസ്റ്റ് ആണെങ്കിൽ അത് സെലിബ്രിറ്റി തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ വലിയൊരു ബിസിനസ് മാൻ ആയിരിക്കാം. അപ്പോൾ ഇവരുടെയൊക്കെ പ്രിഫറൻസ് നമുക്ക് അറിഞ്ഞാൽ നമ്മൾ അവർ ആദ്യം തന്നെ വരുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. ഇപ്പം ചിലർ ഇപ്പം പിണറായി സാർ, അദ്ദേഹത്തിന് വഴുതനങ്ങ ഇഷ്ടമല്ല ഭക്ഷണത്തിൽ. അത് ഇടയ്ക്കിടയ്ക്ക് പുള്ളി പറയും ഏതെങ്കിലും ഉണ്ടെങ്കിൽ വഴുതനങ്ങ ഇഷ്ടം. അപ്പോൾ നമുക്കത് അറിയാമെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മെനു വരുന്ന ആ 7 ഇലത്തോട്ട് വഴുതനങ്ങ അടുപ്പിക്കില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മൾ അല്ല അവരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഭക്ഷണം തയ്യാറാക്കാൻ പറ്റിയാൽ അവർക്ക് കൂടുതൽ സന്തോഷം. ഇപ്പം നിങ്ങൾക്ക് ചേന ഇഷ്ടമല്ല എന്ന് നമ്മൾ അറിയുകയാണ്. അപ്പം നിങ്ങൾക്കൊരു അവിയൽ ഉണ്ടാക്കി തരുമ്പോൾ അയ്യോ ഇതിനകത്ത് അവിയലാണോ, ചേന ഇല്ലേന്ന് ചോദിക്കും. സാർ ഇത് ചേനയില്ലാത്ത അവിയൽ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീൽ എന്തായിരിക്കും? അത് തന്നെയാണ് ഇതിൻ്റെ. അപ്പോൾ അതൊക്കെ ഒരു അങ്ങനെ സ്റ്റഡി ചെയ്യും. അത് എല്ലാ ഹോട്ടലിലും ഒരു പ്രൊഫൈലിൽ നേരത്തെ ബുക്കിംഗ് ഒക്കെ നേരത്തെ നമുക്കൊരു സമയം കിട്ടിയാൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം. ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ മലയാള സിനിമയിലെടുത്ത് നമുക്ക് അന്യഭാഷാ സിനിമയിൽ നിന്നും ആർക്കാണ് അന്യഭാഷയിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടായിട്ട് കമൽ സാറ്, പിന്നെ അമീർ ഖാൻ, അതേപോലെ അങ്ങനെയൊക്കെ, പിന്നെ വിജയ് സേതുപതി, അങ്ങനെ കുറെ, പ്രഭുദേവ സാറിന് എനിക്ക് ലണ്ടനിൽ വെച്ചിട്ട് അത് ഭയങ്കര എൻ്റെ ഏറ്റവും വലിയൊരു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അന്ന് ഈ ജെന്റിൽമാനും കാതലിനൊക്കെ ഇറങ്ങിയ നമ്മുടെ കോളേജ് ടൈമിലാണല്ലോ. അപ്പം ആ ടൈമിലെ നമ്മുടെ ചെറുപ്പത്തിലുണ്ടാവുന്ന ഏറ്റവും ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സ് ഇവരെയൊക്കെ കാണുന്ന പോലെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പം ജെന്റിൽമാൻ റിലീസാവുന്നതൊക്കെ ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നത്. അപ്പം ആ സമയത്ത് അങ്ങേരുണ്ടാക്കിയ ഒരു ഓളം നമ്മുടെ മനസ്സിലാകും. പുള്ളിയെ ലണ്ടനിൽ പോയി കണ്ടത് ഭയങ്കര ഒരു ലണ്ടനിലെ വെച്ചിട്ടാണ് അത്. അതുപോലെ കമൽ സാറ് ഇവിടെ ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ലിസി ചേച്ചി ഉണ്ടായിരുന്നു, കാളിദാസ് ഉണ്ടായിരുന്നു, ജയറാമേട്ടൻ്റെ മകൻ, പിന്നെ ഇപ്പോഴത്തെ പുഷ്പയുടെ മ്യൂസിക് ഡയറക്ടർ, ഇവരങ്ങനെ ഒരു 7-8 അവരുടെ ഏറ്റവും പേഴ്സണലായിട്ടൊരു ഇതിന് വേണ്ടിയിട്ട് ഫിഷ്, കരിമീനും ചാളയും വേണമെന്ന് പറഞ്ഞു കൊച്ചിയിൽ നിന്ന് ഇവിടുന്ന് ഫ്ലൈറ്റിൽ മീനൊക്കെ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ പോയി
അദ്ദേഹത്തിന് അതെല്ലാം ഉണ്ടാക്കി കൊടുത്തത്. അത് ഭയങ്കര ഒരു ഏറ്റവും ഒരു അദ്ദേഹത്തെ പോലൊരു ഇത്രയും കമൽഹാസൻ അല്ലെങ്കിൽ രജനീകാന്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ബിംബമുണ്ട്. അപ്പൊ അതൊക്കെ തച്ചുടയ്ക്കുന്ന രീതിയിൽ അദ്ദേഹം അവിടെ ചെന്ന് ഇത്രയും ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരാള് എല്ലാം വിക്രത്തിന്റെ തൊട്ട് റിലീസിന് അതെ. മുമ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ വിക്രം ഉണ്ടാക്കിയത് ഭയങ്കരമല്ല. അപ്പൊ വിക്രത്തിന്റെ പ്രൊമോഷൻ ടൈമിലാണ് ഉം. അത്. അദ്ദേഹം അവിടുത്തെ ഒരു ലൈറ്റ് ബോയ് അല്ലെങ്കിൽ ഓഫീസിൽ ഒരു സെക്യൂരിറ്റി എടുത്തൊക്കെ ഒരേ ഒരു മാറ്റമില്ല. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒത്തിരി ആൾക്കാരെ കാണുന്നതല്ലേ. അപ്പോൾ അത് ഫേക്കായിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. എല്ലാവരോടും നമ്മളോടും അവരോടും അദ്ദേഹത്തിന് യാതൊരുവിധ ഒരു ഇതില്ല. ഏറ്റവും താഴത്തെ ഒരു സെക്യൂരിറ്റി അദ്ദേഹം കാറ് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ലിഫ്റ്റിൽ കാണുന്ന ആളെ നമസ്കാരം സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള രീതിയിലാണ് പോവുക. ഭയങ്കര ഒരു മനുഷ്യൻ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഭയങ്കര എക്സ്പീരിയൻസ് ഈ അമീർ ഖാൻ വെച്ച് വിളമ്പി. അമീർ ഖാൻ വെച്ച് വിളമ്പി. അതും ഭയങ്കര അതും ഈ പുതിയ അദ്ദേഹത്തിന്റെ ലാൽ സിംഗ് ചെദ്ദ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ആ. അപ്പൊ ആ സിനിമയുടെ ഷൂട്ട് കേരളത്തിലും കന്യാകുമാരിയിലൊക്കെയാണ്. അത് ഏറ്റവും വലിയൊരു സങ്കടം ഉണ്ടായത് ഒന്നും പറയണ്ട. അപ്പൊ അദ്ദേഹം ഒരു പ്രത്യേക ഡയറ്റിലാണ് ഈ മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡയറ്റ് പ്ലാറ്റേൺ തന്നെ ഉണ്ട്. പനീർ പോലും ഡയറി പ്രൊഡക്ട്സ് ഇല്ല. അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന് 5 ഷെഫുമാരും കൂടെ ഉണ്ട്. അവരുടെ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അവരുടെ ബോഡി ഗാർഡ്, അത് പ്രൈവറ്റ് ഷെഫായിട്ട് 5 പീപ്പിളാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേകതരം സാൻഡ്വിച്ച് അത് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പോയി പറഞ്ഞു, സാർ ഇങ്ങനെ പോയി മീറ്റ് ചെയ്തൊക്കെ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ കുറേ സ്പെഷ്യലുണ്ട്, ഇത് അഷ്ടമുടി കായലാണ്, കുറേ അടിപൊളി മീനുണ്ട് സാറിന് വേണ്ടിയിട്ട്. അവൻ പറഞ്ഞു മീൻ കഴിക്കാൻ പാടില്ല ഈ സമയത്ത് എനിക്ക്, പക്ഷെ പനീർ കഴിക്കാമെന്ന് പറഞ്ഞ് പനീറിൻ്റെ സംഭവമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇത് പുള്ളിയുടെ കൂടെ ഒരു മലയാളിയുണ്ട്. അതെ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നല്ലൊരു സാധനമാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ നമുക്ക് കഴിക്കാം, ഒരു ദിവസം ചീറ്റ് ഡേ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നാളെ അദ്ദേഹത്തിന് ലഞ്ച് റെഡിയാക്കി. ഈ മീനും ഞാൻ കരിമീനൊക്കെ ഏറ്റവും ഫ്രഷ് ചെമ്പല്ലി ഇതൊക്കെ വാങ്ങിച്ചു വെച്ചു. അന്ന് ഹർത്താലായി. ഹർത്താലായപ്പോൾ നെക്സ്റ്റ് ഷെഡ്യൂൾ കന്യാകുമാരിയിലാണ്. ഇവർക്ക് ഇന്ന് രാത്രി പോയില്ലെങ്കിൽ ഹർത്താൽ സമയത്തായെങ്കിൽ ഇവരുടെ ഷൂട്ട് അറിയാലോ, എല്ലാം ഷെഡ്യൂൾ ചെയ്ത് ആ ഒരു സിനിമയുടെ കൊല്ലത്ത് മറ്റേ കാപ്പിൽ ബീച്ചിലൊരു ഷോട്ട്, പിന്നെ ജഡായുവിൻ്റെ അടുത്ത് വരണം, പിന്നെ അല്ല മൂവാറ്റുപുഴയിൽ നിന്നൊക്കെ ഓടി വന്ന് അങ്ങനെയൊക്കെ ഒരു ന്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂൾ കന്യാകുമാരിയാണ്. അപ്പൊ നെക്സ്റ്റ് ഡേ പെട്ടെന്ന് ഇവര് നാളെ കേരളത്തിൽ ഒരു ഹർത്താൽ കാരണം എനിക്ക് അദ്ദേഹത്തിന് കരിമീൻ കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അവർക്ക് രാത്രി തന്നെ വിട്ട് കേരളം വിടേണ്ടി വന്നു. പെട്ടെന്ന് തന്നെ പോയി. അല്ലെങ്കിൽ പിന്നെ ആ ഡേയിൽ അവരവിടെ സ്ട്രക്ക് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഷെഡ്യൂൾ ചെയ്ത കന്യാകുമാരിയിലെ ഷൂട്ട് പോകും. ഒറ്റ ദിവസമാണ് കന്യാകുമാരി, അത് കഴിഞ്ഞ് വേറെ എങ്ങോട്ടൊക്കെയാണ്. അപ്പൊ ആ ഒരു അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു ബ്രേക്ക് ഡേ ആയിരുന്നു. കൊല്ലത്ത് ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയിൽ കന്യാകുമാരിയിൽ ട്രാവൽ ചെയ്തിട്ട് പോയിരുന്നതാണ്. അപ്പൊ ആ ഡേയിൽ നമ്മുടെ അടുത്ത് ബ്രേക്ക് ചെയ്യേണ്ട ഡേയിൽ ഹർത്താൽ വന്നു. എന്തോ ഒരു കാരണത്തിൽ ഒരു ഹർത്താൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ പറഞ്ഞു എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നായികമാര് ശോഭന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അത് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ശോഭനയാണ്. അത് പിന്നെ എല്ലാ ഒത്തിരി ശോഭനയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അത് കോവളത്ത് വെച്ചിട്ടാണ് കൊടുത്തത്. അതും ഇതേപോലെ എല്ലാം ശോഭന. പിന്നെ നമ്മുടെ ആരാണ്, രേവതി, എല്ലാവരും ഇവരെയൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ പഴയ കാലത്തെ എല്ലാ ഇവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഇവരൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അല്ലാതെ